ഒരിക്കലും ഇതെന്റെ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങാൻ പോണാടേ. ഉറങ്ങാൻ പോണല്ലോ, ഞാൻ തലക്കാണ് പറയട്ടത്. നീ മോളെ, നിന്റെ അടുത്ത് ചേച്ചി ഒരു കാര്യം പറയാതിരിക്കാണ്. നീ അറിഞ്ഞാ മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളി നടരാജനും പിന്നെ എന്തൊരു അവാർഡ് കിട്ടിയത്? എന്തടി പത്മശ്രീയ പത്മഭൂഷൺ അങ്ങനെ ഏതാണ്ട് ഒരു അവാർഡ് കിട്ടിയത് മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളി നടേശനും. അതെന്റെ ഒരു പേര് ചേച്ചി. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ആളല്ലേ ഇന്നാള് ഒരു ദിവസം പറഞ്ഞത്. എന്തായിരുന്നു പറഞ്ഞു? പണം കൊടുത്താണ് ഈ വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം അവാർഡ് മേടിക്കുന്നതെന്ന്. ആർക്ക് മേടിക്കാന്ന് അങ്ങനെ നാൾക്ക് ഒരു വാർത്ത പറഞ്ഞല്ലേ. അപ്പോഴങ്ങനെ എങ്ങനെ മേടിച്ചത്? പൈസ കൊടുത്ത് തന്നെ മേടിച്ചു. നിങ്ങൾക്ക് എന്തോ അല്ലെങ്കിൽ അങ്ങാർക്ക് എന്തിന് അവാർഡ് കൊടുത്തേ? അങ്ങനെ പൈസ കൊടുത്താ മേടിച്ച? പൈസ കൊടുത്ത തന്നെ കൺഫേം ഫിക്സ്. അപ്പോഴിനി എന്തിനു ചെയ്യണെന്ന്? ചേച്ചി നമ്മക്ക് പൈസ കൊടുത്ത് എല്ലാവർക്കും അവാർഡ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഒരു അവാർഡ് മേടിച്ചുകൂടെ? ഇച്ചിരി പൈസ ഒപ്പിച്ച്. നമ്മൾ ഈ ഇട്ടാവട്ടത്ത് കിടന്ന് കറങ്ങുന്ന കണക്കൊന്നുമല്ല. നമ്മളെ 10 ജനങ്ങൾ അറിയണം, പൊതുജനം നമ്മളെ അറിയണം. അവാർഡ് മേടിക്കാം. നമുക്ക് അവാർഡ് മേടിക്കാം, കൈക്കൂലി കൊടുത്ത്. ഇച്ചിരി പൈസ ഉണ്ടെങ്കിൽ നമുക്ക് മേടിച്ചൂടെ അവാർഡ്? പൈസക്ക് എവിടെ പോവും? എന്റെ പൈസ ഒന്നുമില്ല മോളെ. എന്താ പറഞ്ഞാലും എന്റെ ഇല്ല. നമ്മൾ ഓടിക്കണോ? നിങ്ങളുടെ ഈ ചാടിക്കടച്ചാണ്. നമ്മൾ അപ്പോഴാണ് ഇല്ലാത്ത കാര്യങ്ങൾ വരുമ്പോഴാണ് ബുദ്ധി വെച്ച് ആലോചിക്കേണ്ടത്. ഒരാളോട് ചോദിച്ചാൽ പൈസ കിട്ടും. ആരെടുത്ത്? കുമാർ ചേച്ചി എടുത്ത് ചോദിക്കണം. പക്ഷെ ഞാൻ ചോദിച്ചാൽ തരത്തില്ല. മാസാവസാനമായിട്ട് പൈസ ഒന്നും കാണില്ല. എനിക്ക് ചോദിക്കാം, തരത്തില്ല ചേച്ചി. ചേച്ചി കുമാർ ചേച്ചിയുടെ കൈ 2 വള കിടപ്പുണ്ട്. അതേ മോഡൽ വരവ് വള ഇന്നാൾക്ക് മേടിച്ചില്ല. അവർക്ക് പണയം വെക്കാൻ കൊടുത്തതിന്റെ 2 വള. ചേച്ചി പിള്ളേരറിയാതിരിക്കാൻ ചേച്ചി ഒരു 3 മാസത്തേക്ക് ചേച്ചി ഒന്ന് പറ. ചേച്ചി ഇന്നാൾക്ക് നിങ്ങളുടെ ചേട്ടന് വയ്യെന്നും പറഞ്ഞ അങ്ങ് അഭിനയിക്കണം. മരിച്ച് അഭിനയിച്ചോ. എനിക്കറിയാലോ, അഭിനയിച്ച് ആ പൈസ മേടിക്കണം. പണയം വെച്ചേ നമുക്ക് തന്നാ എങ്ങനെ എടുക്കും? നമ്മുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചങ്ങ് എടുക്കാൻ പറയണം. 3 മാസം കൊണ്ട് അങ്ങ് അടച്ചു തീർക്കണം. ഓ, അപ്പോഴത്തേക്ക് അതേണൊക്കെ എടുക്കുമ്പോഴത്തേക്കേ ഞാൻ പറയട്ടെ, ഇത് പിന്നെ നമ്മൾ ഇനിയിപ്പോ എന്ത് ചെയ്യണം? പണയം വെച്ചിട്ട് പൈസ കൊണ്ടുവരുമ്പോ ഞാൻ പോയി മെമ്പറെ കണ്ട് നമുക്ക് ഇതാക്കാം. മെമ്പറെ പോയി എന്തിനാണെന്നാ? ചേച്ചി ഈ ആർക്ക് പൈസ കൊടുക്കണമെന്ന് മെമ്പറിന്റെ അടുത്ത് ചോദിച്ചാൽ പറഞ്ഞു തരത്തില്ലേ? അതുകൊണ്ട് മെമ്പറെ പോയി കാണണം. മെമ്പറെ കണ്ടിട്ട് പൈസ കൊടുക്കുന്ന ആള്. അല്ലെങ്കിൽ ഞാൻ വേറൊരു കാര്യം പറയാം. നിങ്ങളുടെ വീട്ടിലോട്ട് വിളിച്ചിട്ട് ഒരു നാരങ്ങ വെള്ളം ഒഴിച്ചു കൊടുത്ത് നിങ്ങളുടെ വഴക്കെല്ലാം അങ്ങ് കോംപ്ലിമെന്റ് ആക്കാം. ഞങ്ങളെ വഴക്ക് നാരങ്ങ വെള്ളം കൊടുത്ത് നീ കോംപ്ലിമെന്റ് ആക്കണ്ട. ആ സംഗതിയാ ഇല്ല. അതിനായിട്ട് നീ വെച്ച വെള്ളം വാങ്ങിയാൻ കളയാ. അവര് തരുന്ന പൈസ കൊണ്ട് നിങ്ങൾ ആരൊക്കെ കാണിക്കും? ഞാൻ പറഞ്ഞുതരാം ബുദ്ധിതാണ്ടേ. അമ്മക്കേ ഈ കൈക്കൂലി കൊടുത്ത് അവാർഡ് മേടിച്ചു തരും വെള്ളാപ്പള്ളി നടേശൻ തന്നെ. അങ്ങേരെ പോയി കണ്ട ആർക്കാണ് പൈസ കൊടുത്ത എന്തരാണ് നമുക്കറിയാൻ പാടില്ല. ഇവർക്ക് അങ്ങനെ വീട് അറിയാവോ? ഞാൻ വീട് ചോദിച്ചു പോവും.